നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം വി.ഡി. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി നിലപാടുകളുടെ തമ്പുരാനായി വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ഉറച്ച നിലപാടുകൾ. ഇപ്പോൾ പുതിയ ക്യാബിനറ്റ് കഴിഞ്ഞു. ക്യാബിനറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മന്ത്രിസഭ യോഗങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമൊക്കെ നടത്തി. ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ-റെയിൽ എന്ന് പറയുന്ന സംവിധാനം, അതായത് സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നു. നല്ല കാര്യം. കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന അത്തരം പദ്ധതികൾ വേണ്ട. ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഏറ്റവും അധികം മങ്ങലേൽപ്പിച്ച ഒന്നായിരിക്കും. പിന്നീട് PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം അതൊക്കെ പോയിക്കോട്ടെ. അതൊക്കെ ഒരു ജനപക്ഷ സർക്കാർ ചെയ്യേണ്ട നിലപാടുകളാണ് എന്ന് വിശ്വസിക്കാം. എന്നാൽ പണ്ട് പറഞ്ഞിട്ടുള്ളതെല്ലാം വിഴുങ്ങിക്കൊണ്ട് ഇന്ന് വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം ഇന്ന് പ്രതിപക്ഷ നേതാവല്ല, ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനം മാത്രം വഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം എന്തിനാണ് അരമനകളിലൂടെ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. അരമനകളിലെ മെത്രാന്മാരുടെ കൈമുത്തി ശീലിക്കുന്നതിന് കാരണമെന്താണ്? അതല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത്തരക്കാരുടെ തിണ്ണ നിരങ്ങാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം നമ്മളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലത്തീൻ സഭകളെ അനുനയിപ്പിക്കാൻ വേണ്ടി കെ മുരളീധരൻ അവിടെ യൂജിൻ പെരേര അടുത്തേക്ക് പോയിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഫിഷറീസ് എന്ന് പറയുന്ന ഒരു വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ലാറ്റിൻ കാത്തലിക്സ് അല്ലെങ്കിൽ ലത്തീൻ സഭകളിൽ നിന്നുള്ള മന്ത്രിമാരായിരിക്കണം എന്നുള്ള ഒരു പൊതുരീതി ഉണ്ടായിരുന്നു. അത് പലപ്പോഴും അവരവരുടെ ആവശ്യമെന്നുള്ള നിലയ്ക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തതാണ്. നമുക്കറിയാവുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം മത്സ്യത്തൊഴിലാളി മേഖലകളും അതോടൊപ്പം നമ്മൾ എറണാകുളത്തേക്ക് പോയാൽ മുനമ്പം അടക്കമുള്ള അവിടുത്തെ പ്രധാന മത്സ്യത്തൊഴിലാളി ആൾക്കാരെല്ലാം ഈ പറയുന്ന ലത്തീൻ സഭാ വിശ്വാസികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരാളായിരിക്കണം മന്ത്രി എന്നുള്ളത് യൂജിൻ പെരേരയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് കെ മുരളീധരൻ അതുവരെ പോയി കാണുകയും ചെയ്തു. യൂജിൻ പെരേരയുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്തു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്തിനായിരുന്നു? അത് പറഞ്ഞാൽ ഒരു പതിവ് സന്ദർശനം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെത്രാന്മാരുടെ അരമനകളിൽ പോയി സ്ഥിരമായി എല്ലാ ദിവസവും മുത്തുന്ന ശീലം കെ മുരളീധരൻ ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. അതുകൊണ്ടാണല്ലോ പതിവ് സന്ദർശനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോന്നിനും ഓരോ പതിവ് രീതികളുണ്ട്. ആ പതിവ് രീതികൾക്കനുസരിച്ച് പോകുന്നു. പക്ഷേ ഇവിടെ വി.ഡി. സതീശൻ എന്തിനാണ് വി.ഡി. സതീശൻ്റെ ഈ പറയുന്ന എന്താ പറയുക ആകാശം എന്താ കടൽ ഇരമ്പി വന്നാൽ പോലും നിലപാടുകളിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച ഒരു നേതാവാണ് വി.ഡി. സതീശൻ. ആ വി.ഡി. സതീശൻ എന്തിനാണ് ഇപ്പോൾ ഈ തിണ്ണ നിരങ്ങലിന് പോകുന്നത്? സതീശൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞ എന്താ, 10 വോട്ടിന് വേണ്ടി ഒരാളുടെയും തിണ്ണ നിരങ്ങാൻ ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഒരു തവണയല്ല പറഞ്ഞിരിക്കുന്ന, പല തവണ പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരാളുടെയും തിണ്ണ നിരങ്ങാൻ പോകില്ല. ആ സമയത്ത് ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വി.ഡി. സതീശൻ നിരങ്ങിയിട്ടുണ്ട് എൻ്റെ തിണ്ണ മണിക്കൂറുകളോളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ എതിർത്തുകൊണ്ടൊരു അക്ഷരം പോലും സതീശൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നിലപാടുകൾ പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ. എന്നിട്ട് ഇത് മാധ്യമപ്രവർത്തകർ സൂചിപ്പിച്ചു, അങ്ങ് ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ പറയുക, നിങ്ങൾ ഒരിക്കൽ പോലും ആരുടെയും തിണ്ണ നിരങ്ങില്ല എന്നുള്ള കാര്യം. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ എനിക്ക് കോട്ട് ചെയ്ത് തരുമോ എന്ന് മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുന്നു. ഈ ചോദ്യം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ചോദിച്ചെങ്കിൽ മാധ്യമങ്ങൾ പറഞ്ഞതിനെ ധാർഷ്ട്യം, അഹങ്കാരം, ക്രൗര്യത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വാക്കുകളൊക്കെ എടുത്തിട്ട് അലക്കിയേനെ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും. ഇത് പിന്നെ ഇപ്പോൾ പൂക്കിം CM ആയി മാറിക്കൊണ്ടിരിക്കുന്ന വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പറയുന്ന ചോദ്യങ്ങളോട് അദ്ദേഹം ചിരിച്ച് പ്രതികരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഇറങ്ങിപ്പോടാ ഉവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കടക്ക് പുറത്ത് എന്ന് പറയുന്ന വാക്കുകൾ എപ്പോഴും ഉള്ളിൽ തട്ടി കിടക്കും മാധ്യമപ്രവർത്തകരുടെ. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെ 10 വർഷക്കാലം കേരളത്തിൽ ഏറ്റവും അധികം മാധ്യമങ്ങൾ വേട്ടയാടിയ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഉപദേശിക്കാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കാനും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ വേദവാക്യം പോലെ ആപ്തവാക്യം പോലെ സ്വീകരിക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു പറ്റം മാധ്യമ പ്രവർത്തകരെയാണ് നമ്മൾ CMൻ്റെ പത്രസമ്മേളനത്തിൽ കാണുന്നത്.
അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെയല്ലല്ലോ CMA പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഒന്ന് കോട്ട് ചെയ്ത് തരാമോ? ഒരു മാധ്യമ പ്രവർത്തകനും അവിടെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് തർക്കിക്കാൻ നിന്നില്ല എന്നുള്ളതാണ്. തർക്കിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. അങ്ങ് ഒരു തവണ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, പല ആവർത്തി തിണ്ണ നിരങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയണമായിരുന്നു. ഇനി എന്താവാം VD സതീശൻ്റെ ഈ പോക്കിൻ്റെ പിന്നിലുള്ളത്? അതായത് ഇവിടെ ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരെ കണ്ടുകൊണ്ട് VD സതീശൻ എന്താണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭകളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഭൂരിപക്ഷത്തിന്, അതായത് 3 പേര് ഈഴവരിൽ നിന്നും 4 പേർ നായർ സമുദായത്തിൽ നിന്നും മാത്രം വരികയും പിന്നീട് 1-2 പേര് ദളിതന്മാരും മാത്രം. എന്നാൽ ഭൂരിപക്ഷ സമുദായാംഗങ്ങൾ എപ്പോഴും ഈ പറയുന്ന NSS ആകട്ടെ, SNDP ആകട്ടെ തുടങ്ങി ഈ 2 ഗ്രൂപ്പുകളും ഇപ്പോഴും VD സതീശനോട് ഒരു അകലം പാലിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം രമേശ് ചെന്നിത്തലയോടും KC വേണുഗോപാലിനോടും ഈ പറയുന്ന ഗ്രൂപ്പുകൾക്ക് അതിയായ സ്നേഹവുമുണ്ട്, അടുപ്പവുമുണ്ട്. അതിപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും സുകുമാരൻ നായർക്കാണെങ്കിലും ഈ പറയുന്ന 2 പേർക്കും VD സതീശനൊഴികെ ബാക്കി കോൺഗ്രസ്സിലുള്ള എല്ലാവരോടും നല്ല സ്നേഹവും അടുപ്പവുമുണ്ട്. ഒട്ടുമിക്ക കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാരും KC വേണുഗോപാൽ പക്ഷക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ആ ഗ്രൂപ്പിനാകട്ടെ ഈ പറയുന്ന NSSുമായി നല്ല അടുപ്പവുമുണ്ട്, SNDPയുമായി അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുമായി നല്ല അടുപ്പവും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഗ്രൂപ്പുകളുടെയും, അതായത് SNDPയുടെയും NSSൻ്റെയും ഒരു സപ്പോർട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നാഴികയ്ക്ക് 40 വട്ടം അവർ രണ്ടാളും VD സതീശനെ തരം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്ന പതിവാക്കി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും അടങ്ങുന്ന ഒരു ന്യൂനപക്ഷ ഗ്രൂപ്പ് ഇപ്പോഴും VD സതീശൻ എന്ന് പറയുന്ന നേതാവിനൊപ്പം തന്നെ നിൽക്കുന്നു. അപ്പോൾ VD സതീശൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമാന്തരമായി ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു ദ്വയത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്കറിയാം VD സതീശനെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ലീഗ് വെച്ച ഒരു ചെക്ക് ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ അത്? നിങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധിയും ഇനിയും വയനാട്ടിൽ മത്സരിക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് അത് അമേഠിയായി മാറും എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളെ പിണക്കിയാൽ, ഞങ്ങളുടെ ആഗ്രഹത്തിന് പിന്നോട്ട് പോയാൽ രാഹുൽജി, നിങ്ങളൊരു കാര്യം ഓർക്കുക, ആര്? ലീഗ് പറഞ്ഞതാണ്. എന്താണ്? ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ് വയനാട്ടിൽ നിന്ന് രാഹുൽജി ജയിക്കുന്നതും പ്രിയങ്കാജി ജയിക്കുന്നതും. അപ്പോൾ ഞങ്ങളെ പിണക്കിയാൽ അവിടെ പണി കിട്ടും, ഞങ്ങൾ അവിടെ നിന്ന് ജയിപ്പിക്കില്ല, അതാണ് അമേഠിയായി മാറും എന്ന് പറഞ്ഞത്. ആ ഒരു ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങി എന്നാണ് പറയപ്പെടുന്നത്. അതിനെ തുടർന്നാണ് VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ മുഖ്യമന്ത്രിയായി അവരോധിക്കുകയും ചെയ്തത് എന്ന് ഒരു കരക്കമ്പി മൊത്തത്തിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പം ഈ ഗ്രൂപ്പിന് എതിരായി ഒരു ന്യൂനപക്ഷ ഗ്രൂപ്പിനെ തൻ്റെ ബലത്തിന് വേണ്ടി ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിലാണോ VD സതീശൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ തിണ്ണനിരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. ആ രീതിയിൽ തന്നെ ആവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. അത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ദ്വയത്തെ, അതായത് ഭൂരിപക്ഷ സമുദായം പിന്തുണയ്ക്കുന്ന ഇവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിക്കുള്ളിൽ നിന്നും അവരിൽ നിന്നും കൂടുതൽ ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി തനിക്കൊപ്പം ന്യൂനപക്ഷങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സമാന്തര പൊളിറ്റിക്കൽ ഗെയിമിനാണ് ഇവിടെ VD സതീശൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.